ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഫണ്ടിൽ ചെയ്തിട്ട് നമ്മുടെ ട്രൂപ്സിനെ വെച്ചിട്ട് ആ, ഒരു ആർമി കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ബേസ് 3 സ്റ്റാർ അടിക്കാൻ പറ്റണമെന്നാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഇത് ഇന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്യണ ആർമി ത്രോവർ ആർമിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യണത് മെയിനായിട്ട് വേണ്ടത് വാർഡനിലെ റേജ് ജെമ്മ് വേണം. അതിൻ്റെ കൂടെ ലൈഫ് ജെമ്മ് ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ജെമ്മിന് പകരം ഹീലിംഗ് ടോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താലും മതി. എന്താ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഈ വാർഡനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹീറോ. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഡ്രാഗൺ ഡ്യൂക്ക് നല്ല ഒരു സ്ട്രോങ് ഹീറോ ആണ്. ഞാൻ ഇപ്പം മൈറ്റി മോർസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മൈറ്റി മോർസിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ല, ഞാൻ ഈ വാർ അറ്റാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഡ്രാഗൺ ഡ്യൂക്കിനെ ഞാൻ ഇതുപോലെ ആംഗ്രി ജെല്ലി വെച്ചിട്ടാണ് വിട്ടേക്കണേ. ഈ സ്റ്റൺ ബ്ലാസ്റ്റർ ആണ് മെയിൻ എക്യുപ്മെന്റ് ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ. അത് ഞാൻ എൻ്റെ രണ്ടാമത്തെ ബേസിന്റെ റീപ്ലൈ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെ സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്യണമെന്നുള്ളത്. പിന്നെ റോയൽ ചാമ്പ്യൻ്റെയും റോക്കറ്റ് സ്പെയർ ഉണ്ടെങ്കിൽ അത് നല്ലത്. റോക്കറ്റ് സ്പെയർ ഇല്ലാന്നുണ്ടെങ്കിൽ സീക്കിംഗ് ഷീൽഡ് ഇടണതാണ് നല്ലത്. അതും ഏത് പെറ്റാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഫീനിക്സ് യൂസ് ചെയ്യാം. അതൊക്കെ വലിയ സീനില്ല. റോയൽ ചാമ്പ്യൻ്റെ എന്ത് പെറ്റ് വന്നു കഴിഞ്ഞാൽ സീനില്ല. ഡ്രാഗൺ ഡ്യൂക്കിന് നമുക്ക് ഈ ആംഗ്രി ജെല്ലി വേണമെന്നുള്ളതാണ് മെയിൻ. നമുക്ക് ഡ്രാഗൺ ഡ്യൂക്കിന് വരെ വേണമെങ്കിൽ കിങ്ങിന് യൂസ് ചെയ്യാം. കിങ്ങിന് യൂസ് ചെയ്യുമ്പം ഈ സ്റ്റിക്ക് ഹോഴ്സും ഈ ഗോൺലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗൺ ഡ്യൂക്കിന് പകരം അതേ സ്പോട്ടിൽ അതുപോലെ തന്നെ ആംഗ്രി ജെല്ലിയെ വെച്ചിട്ട് നമുക്ക് കിങ്ങിന് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഡ്യൂക്കിനാണെങ്കിൽ ആംഗ്രി ജെല്ലി തന്നെ വെച്ച് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ ഈ നാലാമത്തെ ഹീറോ ആർച്ചർ ഗീന് ആണ് അവൈലബിൾ എങ്കിൽ ആർച്ചർ ഗീൻ യൂസ് ചെയ്യാം. ആർച്ചർ ഗീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കിങ്ങിന് യൂസ് ചെയ്യാം. മിനിയം പ്രിൻസ് ഉള്ളുവെങ്കിൽ മിനിയം പ്രിൻസിന് യൂസ് ചെയ്യാം. അവിടെ ഏത് ഹീറോ വന്നു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആ ഏരിയ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ്ങസ്റ്റ് ഹീറോ എന്നുള്ളത് ആർച്ചർ ഗീനാണ്. ആർച്ചർ ഗീനിന്റെ മാജിക് മിററും ആക്ഷൻ ഫിഗറും ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. മാജിക് മിറർ ഇല്ലാന്നുണ്ടെങ്കിൽ ഹീലർ പപ്പറ്റ് യൂസ് ചെയ്താലും മതി. പിന്നെ ഞാനിപ്പം പറഞ്ഞ പോലെ നമ്മളിപ്പം മൈറ്റി മോഴ്സിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. ഇനി അടുത്ത് എൻ്റെ സ്പെൽ കോമ്പോസിഷൻ അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പം 2 റോക്കറ്റ് ബലൂൺസ് ഇട്ടിട്ടുണ്ട്. ആ സാധനമല്ല, ഞാൻ ബേസിനെ സ്കൗട്ട് ചെയ്തിട്ടാണ് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ ബേസ് സ്കൗട്ട് ചെയ്യാൻ പോവാണ്. ഈ ബേസ് എടുത്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ബേസ് നോക്കുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നോക്കിയിട്ടില്ല. ഇപ്പം ഇവിടെ നോക്കുമ്പം ഇവിടെ ഒരു സിംഗിൾ ഇൻഫെർണോ ഉണ്ട്, ബാക്കി 2 മൾട്ടി ഇൻഫെർണോ ആണ്. അപ്പോൾ ഈ സിംഗിൾ ഇൻഫെർണോയ്ക്കും ഈ മോണോലിത്തിനെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 2 സ്കെൽട്ടൺ സ്പെല്ലിൻ്റെ ആവശ്യമുണ്ട്. ഇതിന് 2നെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ഫ്രീസിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇതിന് മുന്നത്തെ അറ്റാക്കിൽ മൊത്തം സിംഗിൾ ഇൻഫെർണോസ് ആയതുകൊണ്ട് ഞാൻ സ്പെൽസ് മാറ്റി ഫ്രീസ് മാറ്റി എല്ലാം മാറ്റിയിട്ട് എല്ലാം സ്കെൽട്ടൺ ആക്കിയിരുന്നു. കാരണം സിംഗിൾ ഇൻഫെർണോസിനെ ട്രാപ്പ് ചെയ്യാൻ നല്ലത് അതാണെന്നുള്ളതുകൊണ്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഏത് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യും എന്നുള്ളതാണ് ഇനി ഞാൻ നോക്കാൻ പോണത്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണേഴ്സിൽ നിന്ന് നമ്മൾ ലോഗ് ലോഞ്ചർ വിട്ട് കഴിഞ്ഞാലും ലോഗ് ലോഞ്ചർ വിട്ട് കഴിഞ്ഞാലും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഞാനിപ്പം അറ്റാക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും ഈ വോളും ഒക്കെ തകർക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. വലിയ യൂസൊന്നും ഇല്ല, കുഴപ്പമില്ല, വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഓക്കെ, നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതായത് ഈ ആർച്ചർ ടവർ ഇരിക്കുന്ന ഏരിയയിൽ കൂടെ ലോഗ് ലോഞ്ചറിനെ ഇറക്കി വിടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ ഡിഫൻസുകളെല്ലാം കൂടെ ഡെൻസ് ക്ലംപ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്നാണ് ഞാൻ എൻ്റർ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒന്നുകിൽ ഈ സൈഡിൽ നിന്ന് ഞാൻ ഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഫണ്ട് ചെയ്യണം. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ മോണോലിത്ത് കുറച്ച് ഭീകരനായിട്ടുള്ള ഒരു ഇതാണ്. മോണോലിത്ത് ചിലപ്പോൾ നമ്മളെ വാർഡനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വാർഡൻ തട്ടിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ഫണലിംഗ് ഓപ്ഷൻ ഈ സൈഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതായത് ഈ സൈഡിൽ നിന്നായിരിക്കും ഞാനിപ്പോൾ ഫണൽ തുടങ്ങാൻ പോണേ. ഇവിടുന്ന് ഞാൻ വാർഡനെ ഇറക്കും. ഇവിടുന്ന് എൻ്റെ 2 ഫർണസിനെ ഞാൻ ഈ സൈഡിലായിരിക്കും ഇറക്കാൻ പോണേ. ഈ 2 സൈഡും ഇവിടെ ആയിരിക്കും ഞാൻ ഫർണസിനെ ഇറക്കാൻ പോണത്. അവിടെ ഫർണസിനെ ഇറക്കി കഴിഞ്ഞാൽ ഈ സൈഡ് കംപ്ലീറ്റ് ക്ലിയർ ആവും.
എന്നിട്ട് ഈ മൾട്ടിയെ പിടിക്കും വരെ, അല്ലെങ്കിൽ മൾട്ടി ടാർഗറ്റ് ഇൻഫെർണോ തീരുന്നത് വരെ ഞാൻ വാർഡൻ വാക്കിയും. അതിനുശേഷം ഞാൻ എൻ്റെ ത്രോവേഴ്സിനെ വെച്ച് വാർഡനെ ലൂർ ചെയ്ത് ഈ സൈഡിലോട്ട് കൊണ്ടുവരും. ഇവിടെ ഞാൻ ഒരു സൂപ്പർ പവർ ബ്രേക്കറിനെ ഇട്ട് കൊടുക്കും ഈ വാള് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ത്രോവേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ സ്പെൽ ടവറിനെ തകർത്തതിന് ശേഷമായിരിക്കും ഞാൻ ഇവിടെ ലോഞ്ചറിനെ ഇറക്കാൻ പോണത്. ഈ സൈഡ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഞാൻ ഫണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെയും ഈ വിസ ടവറിൻ്റെ സൈഡിലോട്ട് ഡ്രാഗൺ ഡ്യൂക്കിനെയും റോയൽ ചാമ്പ്യനെയും അതിൻ്റെ ബാക്കിൽ ഒരു ബേബി ഡ്രാഗണെയും ഇറക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രാഗൺ ഡ്യൂക്ക് ഈ ഇൻഫെർണോ ടവറിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്യും. സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്തതിന് ശേഷം ആ സൈഡ് വഴി ബാക്കി അറ്റാക്ക് പോകും. ഇപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ സൈഡ് ക്ലിയർ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ത്രോവേഴ്സ് എന്തായാലും ഈ സൈഡിലോട്ട് പോയില്ല, അതായത് ഈ സൈഡിലോട്ട് പോയില്ല എന്ന് ഞാൻ ഉറപ്പാക്കാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം ആദ്യം ആർമി ക്യാമ്പിൽ ഉള്ള 3 സ്കെൽട്ടൺ സ്പെല്ല് മാറ്റിയിട്ട് അവിടെ 2 ഫ്രീസിനൊക്കെ ഉണ്ടാകും. കാരണം 2 മൾട്ടി ഇൻഫെർണോസ് ഉണ്ട്. എനിക്ക് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് യൂസ് ചെയ്യും. എൻ്റെ ഗെയിം സൗണ്ട് ഭയങ്കര കൂടുതലായിട്ട് റെക്കോർഡിങ് പിടിക്കണമെന്നുള്ളതുകൊണ്ട് ഇനി ഞാൻ കളിക്കണേൻ്റെ ഇടയിൽ പറയണതൊന്നും കേൾക്കാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അറ്റാക്ക് ചെയ്യാൻ പോണത്. വീണ്ടും കയറുന്നു. ഇവിടെ ഞാൻ ഇനി നോക്കാൻ പോണത് ഈ എയർ ഡിഫെൻസിൻ്റെ പൊസിഷനാണ്. എയർ ഡിഫെൻസിൻ്റെ ഡയറക്റ്റ് അതിനകത്തോട്ട് വാർഡനെ ഇറക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും വാർഡനെ ഇതിന് പുറത്ത് ഈ സൈഡിലായിരിക്കും ഞാൻ ഇറക്കാൻ പോണത്. ഓക്കെ, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈവ് അറ്റാക്കാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കൗട്ടിംഗ് ബലൂൺ ഉണ്ടാക്കുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് പറയാം. ഇത് ഈ അറ്റാക്ക് ഞാൻ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേസ് ഞാൻ ഒന്നും കൂടെ റീപ്ലേ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്നും കൂടെ
എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇത് ലോവർ ടൗൺ ഹാളാണ് ഞാൻ അടിച്ചേക്കണത്. പക്ഷെ എന്നാലും ഇതിന് മുകളിലുള്ള 3 ടൗൺ ഹാൾ ഇതേ സ്ട്രാറ്റജി ഇതേ മെത്തേഡും വെച്ചിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് നോക്കാം എന്താ ചെയ്തേക്കണമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ പ്ലാൻ വെച്ചിട്ട് ഈ മൾട്ടി ഇൻഫെർണോ എടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ എൻ്റെ വാർഡൻ നടന്ന് ഈ സൈഡിലോട്ട് പോയപ്പോൾ മൾട്ടി ഇൻഫെർണോ എടുക്കാതെ എനിക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. എനിവേസ്, അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ റേഞ്ചിന് പുറത്താണെന്ന് നോക്കിയിട്ട് അവിടെ ഞാൻ വാർഡനെ ഡിപ്ലോയ് ചെയ്യും. ഓക്കെ, ഈ ബലൂൺ ഇറക്കി വിട്ട് എന്തിനാന്ന് വെച്ചാൽ ബ്ലാക്ക് മെയിൻ സ്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് മെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാർഡനെ ഇറക്കി കഴിഞ്ഞാൽ സ്നീസി ആദ്യമേ ബ്ലാക്ക് മെയിൻ പിടിച്ചിട്ട് ചത്തുപോകും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബലൂൺ ഞാൻ ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ബലൂൺ വെച്ച് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. കാരണം തുടക്കത്തിൽ ഉള്ള ബ്ലാക്ക് മെയിൻസ് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആദ്യമേ സ്നീസിയൊക്കെ ചത്തുപോയി അല്ലെങ്കിൽ ഹീലേഴ്സ് ഒരെണ്ണം ചത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവസാനം അടിക്കാനൊന്നും വലിയ സീനില്ല. കാരണം പിന്നെ ബേസ് ഒട്ടും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വാർഡൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ തന്നെ വലിയ സീനില്ല. പക്ഷെ ആദ്യം നമ്മൾ എന്തായാലും വാർഡനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഉദ്ദേശം. വാർഡനെ ഇറക്കി 5 ഹീലേഴ്സിനെ ഒക്കെ ഇറക്കി വാർഡന്റെ കൂടെ ഇറക്കി. ഇനി ഈ സൈഡാണ് എനിക്ക് ഫണലി ചെയ്യാനുള്ളത് എന്നുള്ളത് കൊണ്ട് ആ സൈഡിലോട്ടായിരിക്കും ഞാൻ ഫർണസിനെ വയ്ക്കുക. എനിക്ക് ഏത് സൈഡാണോ ഫണ്ട് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലോട്ട് വാർഡന്റെ ഓറയ്ക്കുള്ളിൽ ഫർണസിന് വയ്ക്കും. അങ്ങോട്ട് ഇതെല്ലാം കറക്റ്റാണ്. ഫണ്ണിങ് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. വാർഡൻ ഒരു ആവശ്യമില്ലാണ്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള സാധനത്തിനെ ഇത് അറ്റാക്ക് ചെയ്യാണ്ട് നേരെ റൈറ്റിലോട്ട് പോയി. ആ ബലൂൺ ചാവാത്തോണ്ടാണ് ബലൂണിന്റെ കൂടെ പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ഇൻഫെർണോ എടുക്കണമായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. ഇൻഫെർണോ എടുക്കാത്തടത്തോളം ആ സൈഡിൽ ഫണൽ സെറ്റായിട്ടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ വലിയ സീനില്ല, കാരണം ഈ സൈഡിൽ ഫർണസ്, ആ 2 ഫർണസ് കറക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് ആ സൈഡ് കംപ്ലീറ്റ് ആ സൈഡിലുള്ള എല്ലാ ബിൽഡിങ്സിനെയും കറക്റ്റായിട്ട് അത് എടുത്ത് വിടുന്നുണ്ട്. ഈ ആർച്ചർക്ക് പിന്നെ ഈ ഫർണസ് തന്നെ എടുത്തോളും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫർണസിന്റെ ഗുണം അതാണ്. ഫർണസ് ആ സൈഡ് ഫണൽ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ബാക്കി അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫർണസ് അതിന്റെ പണി ചെയ്തോളും. ഇങ്ങനെ പോയപ്പോൾ എന്ത് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് എൻ്റർ ചെയ്യണം. ഇവിടെ ഞാൻ ഒരു വാൾ ബ്രേക്കറിനെ വിടും. ആദ്യം ത്രോവേഴ്സിനെ ഇറക്കും, അതിനുശേഷം ഇവിടെ ഒരു വാൾ ബ്രേക്കറിനെ വിടും. വാൾ ബ്രേക്കറിനെ വിട്ട് ഈ ഏരിയ പൊട്ടിക്കണം. ഈ ഏരിയ പൊട്ടിച്ചിട്ട് ത്രോവേഴ്സ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഈ സെക്ഷൻ്റെ ഉള്ളിലോട്ട് പോകണം ത്രോവേഴ്സ്. അതാണ് എൻ്റെ ആവശ്യം. വാൾ ബ്രേക്കറിനെ ഇറക്കി ഞാൻ കണ്ടോ. കണ്ടോ 2 ടെസ്ല പോപ്പ് ചെയ്ത് വന്നു. അതും ആ ഫണലിങ് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടായിരുന്ന സാധനമാണ്. പക്ഷെ എൻ്റെ ഞാൻ ആർമി കോമ്പസിഷനെ മാറ്റിയില്ല. 2 ഇതുണ്ടായിരുന്നു, 2 റോക്കറ്റ് ബലൂൺസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ആ സൈഡിലോട്ട് വിട്ടിട്ട് ഫണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ ഡ്രാഗൺ ഡ്യൂക്കിനെ ഇവിടെ ഇറക്കി, അതിൻ്റെ പിറകെ റോയൽ ചാമ്പിനെ ഇറക്കി, ബേബി ഡ്രാഗനെ ഇറക്കി. പക്ഷെ എൻ്റെ കോൺസെൻട്രേഷൻ ഇത് ഇങ്ങനെ പുറത്തോട്ട് പോകുമെന്ന് ഞാൻ പേടിച്ചാണ് നിന്നത്. കാരണം ഇത് പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മൊത്തം പണി കിട്ടും. ഇത് മൊത്തം ചുറ്റി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഡ്രാഗൺ ഡ്യൂക്കിന് എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. ജനറലി ഇങ്ങനെ വരാറില്ല, കാരണം ഫണലി സെറ്റായിട്ട് വരാറുണ്ട് പതിവ്. ആദ്യം ഈ ടെസ്ല ആദ്യമേ പോപ്പപ്പ് ചെയ്ത് വന്നിരുന്നുണ്ടെങ്കിൽ വാർഡൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നേനെ. പക്ഷെ ടെസ്ല ആദ്യം പോപ്പപ്പ് ചെയ്ത് വരാത്തത് ഒരു പ്രശ്നമായി ആക്ച്വലി. സ്റ്റൺ ബ്ലാസ്റ്റർ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. ഇവിടെയുള്ള ഇതെല്ലാം സ്റ്റണ്ണായിരിക്കുന്നുണ്ടോ.
ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വാർഡൻ്റെ ഹെൽത്ത് ബാർ ഒരുപാട് താഴ്ന്നു പോയി. അത് ഈ ഒരു ആവശ്യമില്ലാണ്ട് വാർഡൻ നടന്ന് ഈ ഫയർ സ്പിറ്ററിൻ്റെയും ഈ എക്സ് ബോർഡ് നടുക്കോട്ട് ചെന്ന് കയറി കൊടുത്തു. വാർഡൻ കുറച്ച് അതിൻ്റെ കുറച്ച് മണ്ടത്തരമാണ്. അതുകൊണ്ട് ഞാൻ ഉടനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ 2 ടോട്ടം ഞാൻ പേടിച്ചിട്ടാണ് ഈ അറ്റാക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകരുത്. കാരണം വാർഡൻ അവിടെ തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കളിയില്ല. കാരണം ഇപ്പോഴും ഫസ്റ്റത്തെ സെറ്റപ്പിലെ വാർഡൻ തട്ടിപ്പോകാൻ പാടില്ല. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ലോക്ക് ലോഞ്ചറിനെ ഇറക്കി. കണ്ടോ, ലോക്ക് ലോഞ്ചർ ഇവിടുന്ന് ഈ വാൾസ് എല്ലാം പൊട്ടിച്ച് ഈ വാള് ഇതുവരെ പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത് എന്നുള്ളതാണ് നോക്കണത്. ഇതുവരെയുള്ള വാള് പൊട്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനുശേഷം ഈ സൈഡിൽ ഇനി ഞാൻ ആർച്ചർക്ക് തന്നെ ഈ സൈഡിൽ നിന്ന് ഇറക്കി വിടും. കാരണം ഈ സൈഡ് ഫണ്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇവിടോട്ട് ഞാൻ ബാക്കി എനിക്കൊരു വാൾ ബ്രേക്കർ ഉള്ളതിന് 2 വാൾ ബ്രേക്കർ ഉണ്ട്. ഒരു വാൾ ബ്രേക്കറിനെ വെച്ചിട്ട് ഞാൻ ഈ സൈഡിലോട്ട് പൊട്ടിക്കും. കാണിക്കും. അറ്റാക്ക് നോക്കുക. എൻ്റെ അറ്റാക്ക് ആദ്യത്തെ ആ കോൺസെൻട്രേഷൻ ആ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രാഗൺ ഡ്യൂക്ക് ഓൾറെഡി ഡെഡാണ്. ബാക്കിയുള്ള അറ്റാക്കിലൊന്നും ഡ്രാഗൺ ഡ്യൂക്ക് ഡെഡ് ആയിട്ടില്ല. കാരണം ഡ്രാഗൺ ഡ്യൂക്കിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണുണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ ടോട്ടം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വാർഡൻ മരിക്കാതെ നോക്കണം എന്നുള്ളതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വാർഡൻ ഇപ്പോഴും ഈ ലോ ഹെൽത്ത് ബാർ ഒന്നും കയറി വരുന്നില്ല. ഈ ഹീലേഴ്സ് അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ലോ ഹെൽത്ത് ബാർ ഒന്ന് കയറി വരുള്ളൂ. ഇനി ലോഗ് ലോഞ്ചർ ഉണ്ടോ, ലോഗ് ലോഞ്ചറിന് ഞാൻ പ്രൊട്ടക്റ്റഡാണ്. ലോഗ് ലോഞ്ചറിൻ്റെ മാക്സിമം അതിൻ്റെ ഹെൽത്ത് മാക്സിമം യൂസ് ചെയ്യും ഞാൻ. ഇവിടെ ഇത് ഫർണസ് ആണെന്ന് കണ്ടു. മറ്റടുത്ത് ഇനി മുന്നത്തെ അറ്റാക്കിലെല്ലാം ഒരു സൂപ്പർ എതിയൊക്കെ ആയിരുന്നു. സൂപ്പർ എതി ഒന്നും വലിയ കാര്യമുള്ളൊരു ഡിഫൻസില്ല. പക്ഷെ ഫർണസ് ഭയങ്കര പ്രശ്നമാണ്. ഫർണസ് കണ്ടു പറഞ്ഞേ ഫർണസിനെയും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഈ സൂപ്പർ മീനിയൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഫർണസ് പ്രശ്നമാണ്. കാരണം ഫർണസിൻ്റെ ഈ ചാടി വരുന്ന സാധനം ഹീലേഴ്സിൻ്റെ മണ്ടയിലോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹീലേഴ്സ് മൊത്തം പോകും. ഹീലേഴ്സാണ് ഈ ആർമിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനം. അത് ഫർണസിനെ കാണുന്ന ഉടനെ ഞാൻ അവിടെ പോയി ഈ സൈഡിൽ കണ്ടോ. ഇവിടെ ഞാൻ ഈ ഇൻഫെർണോ ടവറിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്കൾട്ടൻ സ്പെല്ല് ഇട്ടിട്ടുണ്ടോ കണ്ടോ. എന്നിട്ട് ഈ സൈഡിൽ ഞാൻ ഇവിടെ വാൾ ബ്രേക്കർ ഇട്ടിട്ട് ഈ സൈഡ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കും. കാരണം അവിടെ ഇനി എൻ്റെ കോൺസെൻട്രേഷൻ ആവശ്യമില്ല. അത് സേഫായി. ആ ഏരിയ ഞാൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഇവിടെയുള്ള മൾട്ടി ഇൻഫെർണോ ഞാൻ ഫ്രീസ് ചെയ്യും. മൾട്ടി ഇൻഫെർണോ ഇതിൻ്റെ റേഞ്ചിൽ നമ്മുടെ റോയൽ ചാമ്പിൻ്റെ റേഞ്ച് വന്നപ്പോഴാണ് ഞാൻ ഫ്രീസ് ഇടാൻ നോക്കിയത്. പക്ഷെ റോയൽ ചാമ്പ് തട്ടിപ്പോയി എപ്പോഴേക്കും. ഇനി എൻ്റെ ലോഞ്ചറിൻ്റെ ഉള്ളിലുള്ളത് ഒരു സൂപ്പർ വാൽക്കറിയും ഒരു സൂപ്പർ എതിയുമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സൂപ്പർ വാൽക്കറി നേരത്തെ ഫ്രണ്ടിലേ ഓടിപ്പോയിട്ട് എന്തിൻ്റെങ്കിലും മേത്ത് കയറിയിട്ട് അത് തട്ടിപ്പോവും. അപ്പോൾ അവർ റേജ് വരും. ഈ റേജ് വന്നു കഴിയുമ്പം അത് ഈ സൂപ്പർ എതി അതിൻ്റെ പിറകെ ഓടിയിട്ട് ആ റേജ് കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ റേജിൻ്റെ എഫക്റ്റ് അതിന് യൂസ് ചെയ്യാൻ പറ്റും. ആ റേജ് കിട്ടിയതുണ്ട് അവിടെ. ആ റേജ് കിട്ടി. ഇപ്പം ആ സൂപ്പർ എതി റേജിലാണ് അവിടെ. ഇവിടെ പിന്നെ എനിക്ക് അബദ്ധം പറ്റി. ഞാൻ വാൾ ബ്രേക്ക് ചെയ്തത് വാൾ ബ്രേക്ക് തട്ടിപ്പോയെന്ന് തോന്നുന്നു. വാൾ ബ്രേക്ക് യൂസ് ചെയ്തത് കറക്റ്റായിട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അത് എവിടെ പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എൻ്റെ ആർച്ചർക്ക് തന്നെ പിടിച്ചു ഇൻഫെർണോ. അത് ഞാൻ കണ്ട ഉടനെ ഞാൻ അതിനെ ഫ്രീസ് ചെയ്തു. ആർച്ചർക്കിനെ പിടിച്ചോണ്ടാണ് ആ ഫ്രീസ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഫ്രീസ് എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അതേ ഉണ്ടോ, ഈ മൾട്ടി ഇതെല്ലാം ഇതിനെ പിടിച്ചോണ്ടിരിക്കണുണ്ടോ. ഇവിടെ ഞാൻ ടോട്ടോ ഇട്ടിട്ട് കാര്യമില്ല, മൾട്ടി ആയതുകൊണ്ട്. കിങ്ങിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടോട്ടോ ഇട്ടേക്കണം. കിങ്
അല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല. ഇനി ഈ ബേസിലൊന്നും ബാക്കിയില്ല. വേറെ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ടോട്ടോ ഉണ്ട്, ഒരു സ്കൾട്ടൻ ഉണ്ട്, ഒരു ഓവർഗ്രോത്ത് ഉണ്ട്, ഇത്രയൊക്കെ ബാക്കിയുണ്ട്. ഈ ഓവർഗ്രോത്ത് ചില അറ്റാക്കിലൊക്കെ നമുക്ക് ഓവർഗ്രോത്ത് യൂസ് ചെയ്യേണ്ടി വരും. എല്ലാ അറ്റാക്കിലൊന്നും മൊത്തം സ്പെൽസും യൂസ് ചെയ്യേണ്ടിയൊന്നും വരില്ല. ഇത് പിന്നെ ലോവർ ടൗൺ ഹാളാണ്, അടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അത് സ്പെൽ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുന്നത് 4-5 സ്പെല്ല് ആവശ്യമില്ലാതെ കിടക്കണം നമുക്ക്. ഈ ബേസ് ഇനി മൊത്തം അടിക്കാൻ വേണ്ടിയിട്ടും ഒരു സ്പെല്ലിൻ്റെ ആവശ്യമില്ല. ഈ 4 സ്പെല്ല് 3, 4, 5, 6 സ്പെൽ സ്പേസ് ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ ത്രോവർ എന്ന് പറയുന്നത്. സ്ട്രോങ് സ്ട്രാറ്റജിയാണ്. പ്രത്യേകിച്ച് മോഡിഫയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ത്രോവർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഏത് ബേസ് ആണെങ്കിലും, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ലോഞ്ചർ വെച്ചിട്ട് ഇത്രയും വാൾസ് ഈ അറ്റം തൊട്ട് ഇവിടെ ഉള്ളത് ഈ വാൾസ് കംപ്ലീറ്റ് ലോഞ്ചർ എടുത്തത് കൊണ്ടാണ് ത്രോവേഴ്സ് ഇത്രയും നടന്ന് ഇവിടം വരെ എത്തിയേക്കണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ ലോഞ്ചറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ല, ഫസ്റ്റത്തെ എൻട്രി സൂപ്പർ വാൾ ബ്രേക്കർ വെച്ച് നടത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോഞ്ചർ നേരത്തെ തട്ടിപ്പോയിട്ട് ആണ് നമുക്ക് ഇത് അറ്റാക്സ് ഫെയിൽ ആവാൻ സാധ്യതയുള്ളത്. ഇനി ഈ രണ്ടാമത്തെ അറ്റാക്കില് നോക്കിയപ്പം ഇതിനകത്ത് ഞാൻ നോക്കി. അപ്പം ഈ ഡയറക്ഷൻ, അതായത് ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലാണ് എനിക്ക് ലോഞ്ചറിന്റെ വിടേണ്ടത് എന്ന് മനസ്സിലായി. കാരണം ആ ഏരിയയിലാണ് കൂടുതൽ ഡിഫൻസുകളും സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെ പോകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ഈ സൈഡിൽ നിന്ന് ഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിന്ന് ഫണ്ട് ചെയ്യണം. അപ്പോൾ എവിടെയാണ് സേഫായിട്ട് ഫണ്ട് ചെയ്യാൻ പറ്റണമെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു എയർ ഡിഫൻസ് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലാണെങ്കിൽ ഇവിടെ ഒരു ബോംബ് ടവർ ഉണ്ട്, ഈ എയർ ഡിഫൻസിൻ്റെ ഇത് വരും. പിന്നെ ഇവിടെ മിനിയൻ പ്രിൻസ് ഉണ്ട്. ഈ മിനിയൻ പ്രിൻസ് കുറച്ച് സീനാണ്. മിനിയൻ പ്രിൻസിനെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിനിയൻ പ്രിൻസ് വാർഡനെ പിടിച്ചു കഴിഞ്ഞാൽ വാർഡൻ പെട്ടെന്ന് തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിയപ്പം ഈ എയർ ഡിഫൻസിനെ നമുക്ക് പെട്ടെന്ന് സ്നൈപ്പ് ചെയ്യാം. ഇവിടെയാണ് ബോംബ് ടവർ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൾട്ടി ആർച്ചർ ടവർ വലിയ സീനാണ്. മൾട്ടി ആർച്ചർ ടവറിന് ഉള്ള സൈഡിലോട്ട് നമുക്ക് വാർഡനെ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹീലേഴ്സ് ഇതിന്റെ റേഞ്ചിനുള്ളിലാണ് നമ്മൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ വാർഡനെ മാത്രമല്ല ഹീലേഴ്സിനെയും ഈ മൾട്ടി ആർച്ചർ ടവർ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്നും ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ എയർ ഡിഫൻസിനെ എടുത്ത് കളയാം. കാരണം ഇവിടെ വാർഡനെ ഇറക്കി കഴിഞ്ഞാൽ വാർഡന്റെ സ്നീസിയെ എയർ ഡിഫൻസ് ടാർഗറ്റ് ചെയ്യും. അതിന് വാർഡന്റെ സ്നീസി ചത്തുപോയി കഴിഞ്ഞാൽ അടുത്ത് പിന്നെ ഹീലേഴ്സിനെ ഇത് ടാർഗറ്റ് ചെയ്യും. ഇവിടെ ഈ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് സ്റ്റോറേജിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എയർ ഡിഫൻസ് നമ്മുടെ വാർഡന്റെ സാധനത്തിന് അറ്റാക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഈ എയർ ഡിഫൻസിനെ അങ്ങ് സ്നൈപ്പ് ചെയ്യും. 2 റോക്കറ്റ് ബലൂൺ വെച്ചിട്ട് ഓക്കെ, അത് സ്നൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വീണ്ടും പഴയ പോലെ സെയിം സാധനം. ആദ്യം ഒരു ബലൂണിനെ ഇറക്കും. ഇവിടെ ബലൂണിനെ ഇറക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ബലൂണിന് നമുക്ക് 2 ഉപകാരമുണ്ട്. ബലൂൺ ഈ ടെസ്ല ഉള്ളത് കൊണ്ട് ടെസ്ല ആദ്യം ബലൂണിനെ അറ്റാക്ക് ചെയ്യും. അപ്പം വാർഡനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നീസിയെ പിടിക്കില്ല. ഇൻ കേസ് സ്നീസി അത് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ബലൂണിനെ ഇറക്കണം ഇവിടെ. അതിനുശേഷം പിന്നെ എനിക്ക് ഈ സൈഡാണ് ഫണ്ട് ചെയ്യാനുള്ളത്, ഈ സൈഡാണ് ഫണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ വാർഡനെ ഞാൻ ഇറക്കും. വാർഡനെ ഇറക്കിയിട്ട് അതിൻ്റെ ഈ സൈഡിലായിരിക്കും ഞാൻ ഫർണസ് വെച്ച് കൊടുക്കാൻ പോണത്. ഇവിടെ ഞാൻ രണ്ടാമത് പിന്നെയും ബലൂൺ ഇറക്കി. ഈ ആർച്ചർ ക്വീനെ എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ആർച്ചർ ക്വീനെ കുറച്ചും കൂടെ ടാങ്ക് ചെയ്യാൻ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ബലൂൺ ഇറക്കി വിട്ടത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഈ സൈഡില് ഫാണലി സെറ്റായി. ഇനി നമ്മൾ ത്രോവേഴ്സിനെ ഇറക്കി കഴിഞ്ഞാലും ഈ സൈഡിൽ നിന്ന് ത്രോവേഴ്സിനെ ഇറക്കി കഴിഞ്ഞാലും ത്രോവേഴ്സ് അറ്റാക്ക് ചെയ്തിട്ട് ഈ സൈഡിലോട്ടേ പോവുള്ളൂ. അതായത് ഈ സൈഡിലോട്ടേ പിന്നെ ഇനിയും ത്രോവേഴ്സ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന സൈഡിൽ ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നമ്മുടെ ഹീറോസിനെ വെച്ചിട്ട് അടുത്ത ഫണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ആ
ഫർണസിന്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ഫർണസ് ഇപ്പോഴും ഇത് അവിടെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സൈഡിലുള്ള ബാക്കിയുള്ള ഡിഫൻസുകൾ ഇത് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ സൈഡിനെ പറ്റി ഇനി ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ബാക്കി ഫർണസ് നോക്കിക്കോളാം. ആ സൈഡ് നമ്മൾ ഈ സൈഡിലോട്ട് ഇനി ഫുൾ കോൺസെൻട്രേഷൻ ഈ സൈഡിലോട്ട് ചെയ്താൽ മതി. ഇനി വാർഡന്റെ കൂടെയാണ് ഞാൻ ത്രോവേഴ്സിനെ ഇറക്കുന്നത്. ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ത്രോവേഴ്സിനെ ഡയറക്റ്റ് ഈ സൈഡിൽ നിന്നല്ല ഇറക്കുന്നത്. അതായത് ഈ കോർണറിലോട്ടല്ല ഞാൻ ത്രോവേഴ്സിനെ ഇറക്കി വിടുന്നത്, ത്രോവേഴ്സിനെ ആ സൈഡിലാണ് ഇറക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ വാർഡന്റെ ഇൻ്റലിജൻസ് AI എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൃത്തികെട്ട സെറ്റപ്പാണ്. നമ്മൾ ചിലപ്പം ത്രോവേഴ്സിനെ ഈ സൈഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർഡൻ ആ വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് തോന്നണ വഴിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ നിന്ന് തന്നെ ത്രോവേഴ്സിനെ ഇറക്കുന്നത്. അത് ശ്രദ്ധിക്കുക. എപ്പോഴും ത്രോവേഴ്സ് അല്ല യൂസ് ചെയ്യണത്, സൂപ്പർ എതീസിനെ യൂസ് ചെയ്തിട്ട് ഇതേ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഇതേ സെയിം അറ്റാക്ക് മെത്തേഡാണ്, ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ത്രോവേഴ്സ് ഒരു വ്യത്യാസമില്ല. ആർമി കോമ്പോസിഷനിൽ ത്രോവേഴ്സിന് പകരം ആ സ്പോട്ടിൽ സൂപ്പർ എതീസ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇനി ത്രോവേഴ്സിനാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ട്രൂപ്പ്. കാരണം റേഞ്ച്ഡ് ആയിട്ടുള്ള ട്രൂപ്പ് ആയതുകൊണ്ട് വാൾസ് ഒരുപാട് ഇൻ കേസ് 2-3 വാള് ബാക്കി കിടന്നു കഴിഞ്ഞാലും ആ ഉള്ളിലുള്ള സാധനത്തിനെ ത്രോവേഴ്സ് ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. സൂപ്പർ എതീസ് പക്ഷേ വാൾസ് ഭയങ്കര വീക്കാണ്. വാൾസ് കിടക്കുന്നിടത്തോളം സൂപ്പർ എതീസ് കറങ്ങിപ്പോവാനും സ്റ്റക്ക് ആവാനും ഒക്കെ സാധ്യത ഭയങ്കര കൂടുതലാണ്. ത്രോവറിന്റെ പ്രശ്നം നമുക്ക് ടൈമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നോർമൽ സാധാരണ വാർ അറ്റാക്കിലൊന്നും ടൈം ഒരു പ്രശ്നമേ ആകാൻ സാധ്യതയില്ല. ഓക്കെ, ഇപ്പൊ ദേ കണ്ടോ, ഇനി എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സൂപ്പർ വാർ ബ്രേക്കറിനെ ഇറക്കി വിടുക. ഇതിന്റെ ഉള്ളിലോട്ട് ത്രോവേഴ്സ് കയറണം. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ ഉള്ളിലോട്ട് ത്രോവേഴ്സ് കയറി കഴിഞ്ഞിട്ടേ നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഫണ്ടിൽ സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇത് നമ്മൾ ആദ്യം ഒരു നോർമൽ ആയിട്ടുള്ള ഫാമിംഗ് അറ്റാക്കിലൊക്കെ യൂസ് ചെയ്ത് നോക്കി പഠിച്ചിട്ട് പിന്നീട് ലീഗ് റാങ്കിങ് മാച്ചുകളിലോ അതുപോലുള്ള സാധനങ്ങളിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വാർ അറ്റാക്കിൽ യൂസ് ചെയ്ത് നോക്കുക. ഒരു തവണ പഠിച്ച് ഫണ്ടിലിങ് സെറ്റായി നിങ്ങൾക്ക് ആ പാത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റാണ് ഈ സാധനം. ഇത് എന്ത് ആർമി കോമ്പോസിഷൻ്റെ കൂടെ നമുക്ക് ഈ ഫസ്റ്റത്തെ ഫണ്ടിലിങ് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഫയർ ബോൾ യൂസ് ചെയ്യണതും ഇതേ മെത്തേഡ് വെച്ചിട്ടാണ്. ഫയർ ബോൾ, അതായത് വാർഡന്റെ ഫയർ ബോളും ഇതുപോലെ ഫണ്ട് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ അറ്റാക്ക്. അതിനുശേഷം വേറെ ആർമീസിന് വെച്ചിട്ട് എല്ലാത്തിനും ഫസ്റ്റ് ഫണ്ടിലിംഗ് സ്റ്റെപ്പ് എല്ലാത്തിനും യൂസ് ചെയ്യാം. ഏത് ആർമിക്ക് യൂസ് ചെയ്യാം, ഏത് അറ്റാക്ക് സ്ട്രാറ്റജിക്ക് യൂസ് ചെയ്യാം. ത്രോവേഴ്സ് തന്നെ ആവണമെന്നൊന്നുമില്ല, ഇതേപോലെ തന്നെ ചെയ്യാം. ത്രോവേഴ്സ് ആകുമ്പോൾ പിന്നെ എളുപ്പം നമുക്ക് സ്പാം പോലെയാണ് വർക്ക് ചെയ്തത്. രണ്ടാമത്തെ സൈഡിൽ കൗണ്ടർ ഫണ്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബാക്കിയുള്ള ഹീറോസിനെ ആ സൈഡിലങ്ങ് ഇറക്കി വിട്ടു കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ പിന്നെ നോക്കാം. ഇവിടെ ഞാൻ ബലൂണിന് ഇറക്കുന്നുണ്ട്. അതായത് ഇനിഷ്യൽ പാർട്ടിലുള്ള ബ്ലാക്ക് മെയിൻസ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. ബ്ലാക്ക് മെയിൻസ് ഒക്കെ അവസാനമൊക്കെ ബ്ലാക്ക് മെയിൻസ് അടിച്ച് ഹീലേഴ്സ് തട്ടിപ്പോയി കഴിഞ്ഞാലും പിന്നെ ബേസ് ഒന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷെ ആദ്യമുള്ള ബ്ലാക്ക് മെയിൻസിനെയൊക്കെ നമുക്ക് ഈ ബലൂൺ വെച്ച് സ്കൗട്ട് ചെയ്തിട്ട് തന്നെ പോകണം എപ്പോഴും. ഈ ഒരു വാൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമതൊരു വാൾ ബ്രേക്കും കൂടെ ഇറക്കി വരുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ആ രണ്ടാമത്തെ വാൾ ബ്രേക്ക് വരണുണ്ടോ? ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോക്ക് ലോഞ്ചർ ഈ കമ്പാർട്ട്മെൻറ്റ് പൊട്ടിക്കണതിന് മുന്നേ ത്രോവേഴ്സ് കംപ്ലീറ്റ് നടന്ന് ഇപ്പുറം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോവേഴ്സ് നടന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ആദ്യത്തെ ഇനിഷ്യലി ഉള്ള വാളുകൾ എന്തായാലും പൊട്ടിക്കണമെന്ന് വാശി പിടിക്കണത്. എന്നാലേ ത്രോവേഴ്സ് അതിൻ്റെ ഉള്ളിലോട്ട് നടക്കുള്ളൂ എന്നെനിക്ക് ഉറപ്പാണ്. ആ 3 സൂപ്പർ വാൾ ബ്രേക്കർ എടുത്തിട്ടുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റുകൾ സൂപ്പർ വാൾ ബ്രേക്കറിനെ വെച്ച് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ലോക്ക് ലോഞ്ചർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ലോക്ക് ലോഞ്ചറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുശേഷം ലോക്ക് ലോഞ്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പാത്തി കൂടെ തന്നെ ഇവിടെ ഒരു സ്കെൽട്ടൺ സ്പെല്ല് ഇട്ടിട്ടുണ്ട്. ഇതൊരു സിംഗിൾ ഇൻഫർണോ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കെൽട്ടൺ സ്പെല്ല് ഇട്ടിട്ടുണ്ട്. അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ ഞാൻ ഈ സൈഡിൽ നിന്നാണ് ഞാൻ ഇനി എൻ്റെ ഹീറോസ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു ടോട്ടോ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഒരു സ്കെൽട്ടൺ സ്പെല്ല് ഇട്ട് കൊടുക്കാം ടാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റൺ ബ്ലാസ്റ്റർ എന്ന് പറയുന്ന സാധനം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ സ്റ്റൺ ബ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഹീറോസിനെയും
ഡിഫൻസിനെ എല്ലാത്തിനും ഒരുമിച്ച് സ്റ്റൺ ചെയ്യും. ഭയങ്കര ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ സാധനം. പോയിസൺ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൂപ്പർ എതിയും ബലൂണും വലിയ സീനായിട്ടുള്ള സാധനമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ജനറലി എല്ലാത്തിലും അറ്റാക്കിലും നമ്മൾ പോയിസൺ യൂസ് ചെയ്യണതുകൊണ്ടുള്ളതുകൊണ്ട് പോയിസൺ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ അത് യൂസ് ചെയ്യേണ്ടത് ഈ പോയിസൺ സേവ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ പോയിസൺ അവിടെ യൂസ് ചെയ്യേണ്ടി വരും എന്ന സങ്കല്പത്തിൽ അങ്ങ് യൂസ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഒരു ഡെമോ അറ്റാക്കായിട്ട് എടുത്താൽ മതി. ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ ഫണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെയും കിങ്ങിനെയും റോയൽ ചാമ്പ്യനെയും ഒരുമിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഡ്രാഗൺ ഡ്യൂക്ക് ഒരല്പം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കാം, എനിക്ക് ഇനി ഇപ്പൊ ഈ സൈഡ് സേഫായി. ഈ സൈഡ് എനിക്ക് ഇനി നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് ഫർണസ് ആ ഇൻഫെർണോയെ പിടിക്കുന്നുണ്ട്. ഇൻഫെർണോ കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് ഡെഡ് സ്പേസാണ്. ഇവരെന്തായാലും ഇനി ആ സൈഡിലോട്ട് പോയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ത്രോവേഴ്സ് ആ സൈഡിലോട്ട് പോവില്ല എന്ന് കംപ്ലീറ്റ് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പം എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഹീറോസ് ഉള്ള ഏരിയ ആണ്. ഡ്രാഗൺ ഡ്യൂക്ക് ആദ്യം ഇറങ്ങിയ സമയത്ത്, ഇറക്കി വിട്ട സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ടോട്ടം ഇട്ടിട്ടുണ്ട്. എത്ര നേരം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഹീറോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ ഇത് ആർച്ചർക്കിൻ്റെ കൂടെ ഫണ്ടിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ബേബി ഡ്രാഗനെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ഇൻഫെർണോ ആണ്. ഇത് 3 സിംഗിൾ ഇൻഫെർണോ ആണെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഫ്രീസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഈ കോമ്പിനേഷനിൽ എനിക്കെല്ലാം സ്കെൽട്ടൺ സ്പെൽസ് ആണ് ഉള്ളത്. ഫ്രീസ് എടുത്തിട്ടില്ല ഞാൻ. അതും ആർമിയെ സ്കൗട്ട് ചെയ്തതിന് ശേഷം, ഇവിടെ സ്കൗട്ട് ചെയ്ത് ഓക്കെ ഇത് 3 സിംഗിൾ ഇൻഫെർണോ ആണെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഫ്രീസ് ഒഴിവാക്കിയിട്ട്. മൾട്ടി ഇൻഫെർണോസിനാണ് നമ്മൾ ഫ്രീസ് യൂസ് ചെയ്യുക. സിംഗിളിനാണെങ്കിൽ സ്കള്ളി പുല്ല് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഈ മോണോലിത്തിന് നമ്മൾ ഇതേ സെയിം സാധനം സ്കെല്ലി സ്പെല്ലാണ് യൂസ് ചെയ്യുക. ഇവിടെ ഇത് ഞാൻ എൻ്റെ ഈ ഡ്രാഗൺ ഡ്യൂക്കിനെ ഇത് പിടിച്ചപ്പോഴാണ് ഞാൻ ഫ്രീസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഫ്രീസ് ചെയ്തേനെ. ഫ്രീസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ടോട്ടോ യൂസ് ചെയ്യേണ്ടി വന്നു. അവിടെ ഞാൻ ഒരു ടോട്ടോ യൂസ് ചെയ്തു. അതിന് ശേഷം ഒരു സ്കെൽട്ടൺ സ്പിൽ അവിടെ ഇട്ട് കൊടുത്തു. ഇനി ഈ ആർച്ചർ ഗണ്ണിൻ്റെ ഞാൻ ഇവിടെ എൻ്റെ ഒരു അഡീഷണൽ വാൾ ബ്രേക്കർ ഉണ്ട്. ആ വാൾ ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ അങ്ങ് കയറ്റി വിടും, കുഴപ്പമില്ല. ഈ ബേബി ഡ്രാഗൺ സൈഡിൽ കൂടെ പൊക്കോളും. ഫണലിങ് എല്ലാം കറക്റ്റാണ്, മനസ്സിലായി. ലോഗ് ലോഞ്ചർ കണ്ടോ, പ്രൊട്ടക്റ്റഡ് ആണ്. ലോഗ് ലോഞ്ചർ ഈ വാൾ വരെ തുറന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫാണ്, ഒന്നും നോക്കാനില്ല. സ്റ്റൺ ബ്ലാസ്റ്ററിന്റെ എഫക്ട് നോക്കൂ. ഈ കംപ്ലീറ്റ് ഡിഫൻസസ് സ്റ്റണ്ണായി. ഇത്രയും ഡിഫൻസസ് അവിടെ സ്റ്റണ്ണായി. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് സ്റ്റൺ ബ്ലാസ്റ്റർ എന്ന് പറയുന്നത്. സ്റ്റൺ ബ്ലാസ്റ്റർ ആണ് ഇതിൻ്റെ MVP എന്ന് പറയുന്നത്. ഈ ഡ്രാഗൺ ഡ്യൂക്ക് ഫയർ ഹാർട്ടാണ് അതിന് ഹീലിംഗ് കൊടുക്കണത്. പക്ഷെ ഹീലിംഗ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഫണലിംഗ് ആയിട്ട് യൂസ് ചെയ്യണ ഹീറോ ആയതുകൊണ്ട് അത് ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ സീനൊന്നുമില്ല. അതാണ് മുന്നത്തെ അറ്റാക്കിൽ സംഭവിച്ചത്. വലിയ സീനൊന്നുമില്ല, ത്രോവേഴ്സ് ബാക്കി എടുത്തോളും. വാർഡനും ത്രോവേഴ്സും ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എടുത്തോളും. പിന്നെ സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ്റെ ഈ റോക്കറ്റ് സ്പിയർ അല്ല എന്നുണ്ടെങ്കിൽ സീക്കിംഗ് ഷീൽഡ് വെച്ചിട്ട് യൂസ് ചെയ്യാനാണ് നല്ലത്. പിന്നെ ഇലക്ട്രോ ബോട്ട്സ് ആണ് നല്ലത്. നമ്മൾ ആ സൈഡ് ക്ലിയർ ഫണലി ഇത് പോകാൻ വേണ്ടിയിട്ടാണെന്നുള്ളതുകൊണ്ടാണ് ഇലക്ട്രോ ബോട്ട്സ് യൂസ് ചെയ്യണത്. പെർഫെക്റ്റ് ആയിട്ടാണ് അറ്റാക്ക് പോണത് എന്ന് മനസ്സിലാവണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കിയ ത്രോവേഴ്സ് എല്ലാം ഒരുമിച്ചാണ് നിൽക്കണത്. ഹീലേഴ്സ് എല്ലാം ഒരുമിച്ച് ആ ത്രോവേഴ്സിനെ എല്ലാം ഒരുമിച്ച് ഹീൽ ചെയ്യാണ് എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അറ്റാക്ക് പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റണത്. ഞാൻ ഇപ്പം ഡിസ്ട്രോയർ അതുലും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ഞാൻ വാർഡൻ്റെ കൂടെ ഒരുമിച്ചാണ് ഈ സാധനത്തിന് ഒരുമിച്ച് ഇറക്കിയിട്ട. ഈ സൂപ്പർ എതീസ് ആണെങ്കിൽ സെയിം ആണ്. എല്ലാം കൂടെ ഒറ്റ ക്ലമ്പായിട്ടാണ് ഇറക്കി വിടുക. നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇറക്കില്ല. സ്പ്രെഡ് ചെയ്ത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഹീലിംഗ് കുറയും. ഈ ഹീലേഴ്സിൻ്റെ സ്പ്ലാഷ് ഉണ്ട്, അത് ഹീല് ചെയ്യില്ല. അപ്പുറത്തും ഇപ്പുറത്തും അറ്റത്തുള്ള ഗ്രൂപ്പിലുള്ള എതീസൊക്കെ ചത്തുപോകും, പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ അതങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഇറക്കി വിടണം, അത് മനസ്സിലാക്കുക. അതിനുശേഷം
കൗണ്ടർ ഫണല് സെറ്റ് ചെയ്ത് ഇതിന് പോകാൻ വേറെ പാത്തൊന്നുമില്ല. ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഇൻഫെർനോ ടവറും പോയി. ഇനി ഈ ത്രോവേഴ്സിന് ഇതിന്റെ അകത്തോട്ട് നടക്കുക എന്നല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഈ സൈഡിലുള്ള ഏരിയ കംപ്ലീറ്റ്, നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള ഏരിയ കംപ്ലീറ്റ് ഹീറോസിനെ വെച്ച് ഫണൽ ചെയ്തു. ഇനി ഇതിനൊരൊറ്റ പാത്തേ ഉള്ളൂ, ഡയറക്റ്റ് ഡൗൺലോഡിലോട്ട് പോവാം. ഇതിനെയാണ് നമ്മൾ ഫണൽ ചെയ്യുക എന്ന് പറയാം. ഇങ്ങനെ ഫണൽ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ, ഇത്രയും ടൈം ഈ അറ്റാക്കിന്റെ ഇപ്പം ഇത്രയും ടൈമാണ് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആർമിയിൽ ഇനി ബാക്കിയുള്ള 6 ടോട്ടം ഉണ്ട്, ബാക്കി 2 സ്കെൽട്ടൻ ഉണ്ട്, ഒരു ഓവർ ഗ്രോത്ത് ഉണ്ട്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓവർ ഗ്രോത്ത് നമുക്ക്, ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സൈഡിൽ ഹീറോസ് ഉണ്ട്, ഹീറോസ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓവർ ഗ്രോത്തിനെ ഞാൻ മിക്കവാറും ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യാം. ഈ കാനൺ, ഈ ഒരു എക്സ്ബോ, ഈ ഒരു മൾട്ടി ടാർഗറ്റ് ആർച്ചർ ടവർ, അതിനെയൊക്കെ ഓവർ ഗ്രോത്ത് ഇടും. ഓവർ ഗ്രോത്ത് ഇടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അറ്റാക്കിംഗ് പവർ, ഇപ്പൊ ഈ എക്സ്ബോ ഒക്കെ ഇതിനെ ഈ നമ്മുടെ ആർമിയെ പിടിക്കാനുള്ള ഒരു റേഞ്ചിലോട്ട് എത്തും. ആ റേഞ്ചിൽ എത്തുമ്പോഴേ ഇതിനെ നമുക്ക് അവിടെ നമുക്ക് തന്നെ അതിന്റെ പവർ നമുക്ക് അവിടെ അങ്ങ് കുറയ്ക്കാൻ പറ്റും. അതായത് ഡിഫൻസ് ഔട്ട്പുട്ട്, ബേസിന്റെ ടോട്ടൽ ഡിഫൻസ് ഔട്ട്പുട്ട് നമ്മൾ അവിടെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോങ് ഷോട്ട് ഒരു പ്രശ്നക്കാരനാണ്. ഈ ലോങ് ഷോട്ടിന്റെ അറ്റാക്സ് ഭയങ്കര പ്രശ്നമാണ്. ലോങ് ഷോട്ടിനെ ഞാൻ ഇവിടെ ഒരു സ്കെൽട്ടൻ സ്പെല്ല് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ടോട്ടോ ഇട്ടിട്ടുണ്ട്, സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ലോങ് ഷോട്ടിനെയാണ് നമ്മൾ ഈ ബേസിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു ഡിഫൻസ് ട്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലെവൽ 5 സ്മാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മാഷർ വലിയ സീനില്ലാത്തൊരു സാധനമാണ്. പക്ഷെ ലോങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ദൂരെ നിന്ന് നമ്മളെ ഹീലേഴ്സിനെയൊക്കെ സ്നൈപ്പ് ചെയ്ത് കളയും, സ്പ്ലാഷ് ഉള്ളത് കൊണ്ട്. അത് ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് അവിടെ ഒരു ടോട്ടം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ആർമി മൊത്തം ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ എവിടെയാണ് ടോട്ടോ ഇടാനുള്ളത്, എപ്പോഴാണ് ടോട്ടോ ഇടാനുള്ളത്. അതുപോലെ ടോട്ടോ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ വരി ആ ടോട്ടോ ഇട്ട് പോകേണ്ടതൊന്നുമില്ല. പതുക്കെ ഓരോന്ന് വെച്ച് ഇട്ട് പോയാൽ മതി. കാരണം ഫണലിങ് സെറ്റാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ആർമി അറ്റാക്ക് ചെയ്യുന്ന ഡിഫൻസുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ ആർച്ചർ ഗണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടോട്ടോ ഇട്ട് കൊടുക്കാം. ഈ ഒരൊറ്റ ടോട്ടം കൊണ്ട് ബാക്കി ആർമി അങ്ങനെ 2 ടോട്ടം കൊണ്ട് ഒരു സമയത്ത് 2 ടോട്ടം മതി. ഈ ഏരിയ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ ഓക്കെ. ഇനി മോണോലിത്തിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ ആ സ്കെൽട്ടൻ സ്പെല്ല് മോണോലിത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്കെൽട്ടൻ സ്പെല്ല് ഇട്ടേക്കണുണ്ടോ. മോണോലിത്തിനെയാണ്. പിന്നെ ഈ സൈഡിൽ ഞാൻ അറ്റാക്ക് ഔട്ട്പുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ത്രോവേഴ്സ് ആ സൈഡിലോട്ട് പോകണുണ്ട്. അതും ഒരു കാരണമാണ്. ത്രോവേഴ്സ് ആ സൈഡിലോട്ട് പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. എനിക്ക് ഇങ്ങനെ പോയാൽ മതി, ഈ പാത്ത് വഴി ഇങ്ങനെ ഇത് ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ ആർമി പോയാൽ മതി എന്നാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ പാത്തിങ് സെറ്റാക്കാൻ നമുക്ക് ഇതുപോലെ ഓവർ ഗ്രോത്ത് യൂസ് ചെയ്യാം. ഇതെല്ലാം കറങ്ങി അവിടെ എത്തുമ്പോഴേക്കും ഓവർ ഗ്രോത്ത് വെയർ ഓഫ് ചെയ്യും. ആ സമയത്ത് ഈ എക്സ്ബോർഡ് അറ്റാക്കും ഈ മൾട്ടി ആർച്ചർ ടവറിന്റെ അറ്റാക്കും ഈ ഇതിന്റെ അറ്റാക്കും എല്ലാം നമുക്ക് അവിടുന്ന് ഒഴിവാക്കി കിട്ടും. ആ സമയത്ത് അതിന്റെ ഡാമേജ് ഔട്ട്പുട്ട് നമ്മളവിടെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിന്റെ കൂടെ. ആർമി ഇറക്കിയ മിക്കവാറും ഉള്ള സാധനമല്ല ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ബാക്കി 4 ഹീറോസും ജീവനോടെ ഉണ്ട്. വാർഡന്റെ എബിലിറ്റി നോക്കണ്ട, വാർഡന്റെ എബിലിറ്റി ഇല്ല, 2 ജെമ്മ് ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഹീലിംഗ് ഉള്ള സാധനങ്ങളായതുകൊണ്ട് ബാക്കിയെല്ലാം ജീവനോടെ ഉണ്ട്. നമ്മുടെ ത്രോവേഴ്സും ലോക്ക് ലോഞ്ചറിലുണ്ടായിരുന്ന സൂപ്പർ എതിയും എല്ലാം നമ്മുടെ ഹീലേഴ്സും എല്ലാം ജീവനോടെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഫണലിങ് പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലോങ് വീഡിയോ ആണ്, പക്ഷെ
അല്ലാണ്ട് വീഡിയോ ഇങ്ങനെ വച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഫണലിങ് എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഗ്രൂപ്പിലിടാം, കാണാൻ പറ്റുന്നവരുടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഡിസ്ട്രോയറിനെ ഉദ്ദേശിച്ചാണ്, മെയിൻലി ഡിസ്ട്രോയറിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഞാൻ കാണുന്ന വീഡിയോസ്, ഞാൻ മിക്കവാറും കാണുന്ന വീഡിയോസ് എല്ലാം അവർ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ കുറച്ചും കൂടെ ബേസിക്സ് ഒന്നും സെറ്റാക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകണ ഒരു പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സ്ട്രാറ്റജി ഇങ്ങനെ ഞാൻ തന്നെ ഒരു 2-3 അറ്റാക്ക് സ്ട്രാറ്റജീസ് കണ്ടിട്ട് അതിൽ നിന്ന് ഞാൻ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ സാധനം. അതായത് ഫണ്ടിൽ ചെയ്തിട്ട് ത്രോവേഴ്സിനെ യൂസ് ചെയ്യണം. അവർ യൂസ് ചെയ്യണത് 2 സൈഡിൽ നിന്ന് ഹീറോസിനെ ഇറക്കി വിട്ടിട്ട് ഫണ്ടിൽ ചെയ്യണതാണ് മിക്കവാറുള്ള ഈ വീഡിയോസിലൊക്കെ അവർ യൂസ് ചെയ്യണ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ 2-3 സൈഡ് ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക്. ഇതാവുമ്പം ഒരു സമയത്ത് ഒരെണ്ണം ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ എപ്പോഴാണ് പണി കിട്ടുകയെന്ന് വെച്ചാൽ വാർഡൻ ഈ മണ്ടത്തരം കാണിച്ചിട്ട് വാർഡൻ ഇങ്ങോട്ടെങ്കിലും ഓടി കയറി പോയിട്ട് വാർഡൻ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയം വരും. ആ ഒരു സമയത്താണ് നമുക്ക് ഇപ്പുറത്തെ സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഫണ്ടിൽ സെറ്റ് ചെയ്തു ത്രോവേഴ്സിനെ വാൾ ബ്രേക്ക് ചെയ്ത് ഉള്ളി വിട്ടു ലോഗ് ലോഞ്ചറിനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പുറത്തെ സൈഡ് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ഇത് കുറച്ച് കോൺസെൻട്രേഷൻ കുറവ് വേണ്ട സാധനമാണ്. ആ ആദ്യത്തെ ഒരു ക്ഷമയാണ് വേണ്ടത്. ആ പേഷ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറ്റാക്ക് സെറ്റാണ്. ഞാനീ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ത്രോവേഴ്സാണ് യൂസ് ചെയ്യണത്. ത്രോവേഴ്സിന് പകരം ആ ത്രോവേഴ്സിൻ്റെ സ്ഥാനത്ത് സൂപ്പർ എതീസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ സൂപ്പർ എതീസിൻ്റെ പ്രശ്നം ഞാനീ പറഞ്ഞല്ലോ, വോൾസ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുടുങ്ങി കിടക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇനി അങ്ങനെ കുടുങ്ങി കിടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ വാൾ ബ്രേക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. പിന്നെ സൂപ്പർ എതീസ് യൂസ് ചെയ്തുള്ള വേറൊരു പ്രശ്നം, ഇപ്പം ഇതിനകത്ത് എനിക്ക് 2 സ്ലോട്ടുണ്ട്, ഈ സൂപ്പർ ട്രൂപ്സ് സ്ലോട്ടുണ്ട്. ഇപ്പം എനിക്കൊരു എയർ ഡിഫെൻസ് നൈപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം ഈ റോക്കറ്റ് ബലൂൺസ് എടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ഇന്നത്തെ വാറിൻ്റെ ടോപ്പിലെ 4 അറ്റാക്കും ഇതേ സെയിം സ്ട്രാറ്റജി വെച്ചാണ് ചെയ്തേക്കണത്. ഇനി മുന്നത്തെ വാറുകളിൽ എല്ലാം ഇതേ സെയിം സ്ട്രാറ്റജി വെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് 1 മാസമായിട്ട് ഈ ത്രോവേഴ്സിനെ അവർ ബഫ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ്ലി ഞാൻ ത്രോവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യണത്. റേഞ്ച് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ത്രോവേഴ്സ് കറക്റ്റായിട്ട്. പിന്നെ അവർ സ്പീഡ് ബഫ് ചെയ്തിട്ടുണ്ട്, സ്പീഡ് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്, ത്രോവേഴ്സ് നടക്കണ സ്പീഡുണ്ട്. പിന്നെ വാർഡന് റേജ് ജെം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഫണലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പല ടൈപ്പ് വാർഡൻ വാക്കുകൾ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫയർ ബോൾ യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഏതെങ്കിലും ഇപ്പോൾ 2 റേജ് കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റേജ് കമ്പാർട്ട്മെൻറ്റിലോട്ട് ഫയർ ബോൾ യൂസ് ചെയ്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഈ ലൂർ ചെയ്തിട്ട് വാർഡനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഹീറോയിക് ടോർച്ചൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ ത്രോവേഴ്സിനെ വെച്ചിട്ട് വാൾ ബ്രേക്കേഴ്സിനെ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് ലോഗ് ലോഞ്ചർ യൂസ് ചെയ്യണ്ട, അപ്പം ട്രൂപ്പ് ലോഞ്ചർ യൂസ് ചെയ്താൽ മതി അവിടെ. ഇനി ചില സമയത്ത് നമുക്ക് ടൗൺ ഹാളിൻ്റെ സൈഡിൽ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലോഗ് ലോഞ്ചർ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. ആ സൈഡിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1-2 ഓളൊക്കെ അത് പൊട്ടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ ട്രൂപ്പ് ലോഞ്ചർ യൂസ് ചെയ്യാം. അതായത് അത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബേസുകളുണ്ടാവും. ഒരു ടൗൺ ഹാൾ വെച്ചിട്ട് ടൗൺ ഹാളിന് ചുറ്റും ഒരു 500 വാള് വെച്ചിട്ട് ബാക്കിയെല്ലാം പുറത്ത് കിടക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അതായത് വാർഡനെ വെച്ച് ആ ടൗൺ ഹാളിൻ്റെ ഉള്ളിലോട്ട് ചാർജ് ചെയ്തിട്ട് ഒരു സൈഡിൽ ത്രോവേഴ്സിനെ ഇറക്കി വിടാം, മറ്റേ സൈഡിലോട്ട് നമ്മളെ ഹീറോസിനെ ഇറക്കി വിട്ടിട്ട് അത് മൊത്തം കറങ്ങി വരുന്ന രീതിയിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായി കിട്ടണം. എവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗ്യാപ്പ് കിട്ടണം എന്നുള്ള രീതിയിൽ വേണം അറ്റാക്ക് ചെയ്യാൻ. അതായത് ഫണൽ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് കിട്ടണം. ആ ഗ്യാപ്പിലോട്ട് നമ്മുടെ ത്രോവേഴ്സ് നടന്നു പോവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രോവേഴ്സിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതാണ് ആ ഫണലിങ്ങിൻ്റെ ഉദ്ദേശം. അതിനുശേഷം
ത്രോവേഴ്സ് ഇതിന്റെ ഉള്ളിലോട്ട് കയറുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കിയുള്ള നമ്മുടെ ഹീറോസിനെ എല്ലാത്തിനെയും ഒരുമിച്ച് ഒരു സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഒന്ന്, അതിനെ എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡാമേജ് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. ആ സൈഡിൽ നിന്ന് പെട്ടെന്ന് ഫണ്ട് ചെയ്യാൻ പറ്റും. അതായത് വാർഡനെ വെച്ച് ഫണ്ട് ചെയ്യുമ്പം നമ്മൾ ടൈം എടുത്താൽ ഫണ്ട് ചെയ്യാം. ഹീറോസിനെ ഒരുമിച്ച് ഇറക്കി വരണോണ്ട് ആ സൈഡിൽ ഫണൽ പെട്ടെന്ന് നടക്കും. ത്രോവേഴ്സ് പതുക്കെയാണ് അറ്റാക്ക് ചെയ്ത് വരിക എന്നുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ടൈം എടുത്ത് ഫണ്ട് ചെയ്യാൻ പറ്റും. മീൻസ് ആ ത്രോവേഴ്സിന് ആ ടൈം കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഫണലിങ് പെട്ടെന്ന് നടക്കും ഒരുമിച്ച് ഹീറോസിനെ ഇറക്കി കൊടുക്കും. എന്നാൽ അല്ലാത്ത ഈ ഒറിജിനൽ ത്രോവർ സ്പാം അറ്റാക്കിനകത്ത് അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കിങ്ങും ക്യൂനും ഒരു സൈഡിൽ കിങ്ങും റോയൽ ചാമ്പ്യനും മറ്റേ സൈഡിൽ ക്യൂനും ഒക്കെ ഇറക്കി വിട്ടിട്ട് ഒരുമിച്ച് ഫണ്ട് ചെയ്യുക. അത് ഭയങ്കര മെനക്കേടായിട്ട് എനിക്ക് തോന്നി. അതായത് രണ്ട് സൈഡ് ഒരുമിച്ച് ശ്രദ്ധിക്കണം. ടോട്ടോ എല്ലാം പരപട നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. ഒരുപാട് കോൺസെൻട്രേഷൻ അതിനകത്ത് കൊടുക്കണം. പിന്നെ അത് ഈ ലോഗ് ലോഞ്ചർ അതിൻ്റെ കൂടെ ഇറക്കി വരണം. കുറേ ടൈം അല്ലെങ്കിൽ കുറേ കാര്യം ഒരുമിച്ച് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഈ അറ്റാക്കിൽ അങ്ങനെ പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫണ്ടിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ആർമി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ത്രോവേഴ്സിന് നേരം നിങ്ങൾക്ക് സൂപ്പർ വിച്ചസ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. സൂപ്പർ എതീസ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. എന്ത് അറ്റാക്കാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ അറ്റാക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്തതിന് പറ്റുള്ളൂ. ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് അറ്റാക്കേ പറ്റുള്ളൂ. കാരണം വാർഡനെ ഏറെ ഇട്ടിട്ട് നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റില്ല. വാർഡനെ ഏറെ ഇട്ടിട്ട് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വാർഡൻ തട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. എയർ അറ്റാക്സ് ഇത് വെച്ച് ട്രൈ ചെയ്യരുത്. എന്ത് ഗ്രൗണ്ട് ആർമി നിങ്ങൾ ഇപ്പോൾ മീറ്റിയർ ഗോലംസ് യൂസ് ചെയ്യാം. ഇതേ മെത്തേഡ് ഇതേ രീതിയിൽ ത്രോവേഴ്സിന് വരെ മീറ്റിയർ ഗോലംസ് യൂസ് ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്താണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മീറ്റർ ഗോലംസിനാണെങ്കിലും വാൾസ് ഒരു പ്രശ്നമല്ല. ഫണലിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഈ ആർമി ഈ സ്ട്രാറ്റജി ഇതുപോലെ എന്ത് അറ്റാക്ക് വേണമെങ്കിലും 3 സ്റ്റാർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മോഡിഫയേഴ്സ് ഇല്ലാത്തപ്പോൾ. മോഡിഫയേഴ്സ് ഉള്ളപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. സ്കില്ലൊക്കെ വേണം. ഇപ്പം ടോപ്പ് മോഡിഫയർ ഇപ്പം ഇലക്ട്രോ 33-ലാണ് എനിക്കും ചില അറ്റാക്കുകളൊക്കെ ഫെയിൽ ആവാറുണ്ട്. ഇതേ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അറ്റാക്കുകൾ ഫെയിൽ ചെയ്യാറുണ്ട്. മോഡിഫയേഴ്സിൻ്റെ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമാണ്. ഡ്രാഗൺ ഡ്യൂക്ക് എന്ന് പറയുന്ന ഹീറോ തന്നെ ഭയങ്കര ഓവർ പവേർഡ് ഹീറോ ആണ്. അതിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു അറ്റാക്കും ഫെയിൽ ആവാൻ ഒരു സാധ്യതയില്ല. നമ്മൾ ഈ ടോപ്പിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഡിസ്ട്രോയർ അതുപോലുള്ള ആൾക്കാരും കൂടെ ഈ ഫണലിങ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫായിട്ട് ഇപ്പം അടുത്ത CWL എന്തായാലും നമ്മൾ പ്രൊമോട്ട് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ടഫായിരിക്കും. അപ്പോൾ ടോപ്പായിട്ടുള്ള ആൾക്കാർ കൺസിസ്റ്റൻ്റ്ലി 3 സ്റ്റാർ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം. സമയമുള്ളപ്പോൾ ഇരുന്ന് കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു.